ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു പൂരി ഐറ്റമായിട്ട് വന്നതാണ് കേട്ടോ. ബീട്രൂട്ട് പൂരി, കളർഫുള്ളായിട്ടുള്ളൊരു പൂരി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് മമ്മി കാണിച്ചു തരും. പൂരി ഇടാൻ പോകണു ചൂടുള്ള എണ്ണയിൽ. ഇതിൽ മമ്മി എന്താ ചേർത്താണ് കളർ വരാനായിട്ട്? ബീട്രൂട്ടും കുറച്ച് ചോറും കൂടിയിട്ട് അരച്ചു ആട്ട കുഴയ്ക്കുമ്പോൾ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. ഇത് ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തായിരുന്നു മമ്മി കുറേട്ടാ. ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികൾക്ക്, പച്ചക്കറി ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതിൽ ക്യാരറ്റ് അങ്ങനെ അതും ആഡ് ചെയ്യാലോ. പാലൊക്കെ ആഡ് ചെയ്യാം, കളർ വരാൻ ആഡ് ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പച്ചക്കറിയും ഉള്ളിൽ ചെല്ലും, കാണുമ്പോൾ നല്ല കളർഫുൾ അല്ലേ, കഴിക്കാനും തോന്നും. ഇപ്പോൾ വലിയവരായാലും കഴിക്കാൻ തോന്നും. ഇവിടെ കുട്ടികൾക്ക് മമ്മി ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ. അവർ കഴിക്കാനായിട്ട് എന്താ പറയുക, ഡ്രാമ ചെയ്യണ സമയത്തൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ നല്ലൊരു ഇതാണ്. ചീരയും ആഡ് ചെയ്യാമല്ലോ. ചീര ഉണ്ടായിരുന്നു വീട്ടിൽ, പക്ഷെ നുള്ളെടുക്കാനായിട്ട് സമയമില്ല. അല്ല, പാലക്ക് ഒന്ന് വേവിച്ചിട്ട് അരക്കണം. ചീരയും അങ്ങനെ തന്നെയല്ല, എന്തായാലും ഇത് പിന്നെ ബീട്രൂട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ചീകിയെടുക്കും. പാലക്കും ചീരയൊക്കെ ഒന്ന് വേവിച്ചിട്ട് അരക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കറിയും കൂടി ഉണ്ടാക്കി കാണിച്ചു തരും കേട്ടോ മമ്മി. അപ്പോൾ വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മമ്മി ഒരു എന്താ പറയുക, സബ്ജി ഉണ്ടാക്കി കാണിച്ചു തരും പൂരിക്ക് വേണ്ടിയിട്ടുള്ളത്. സുക്കി ബാജി എന്നാണ് പറയുന്നത്, ഉരുളൻകിഴങ്ങിൻ്റെ. അതിന് ജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് അല്ലേ, ഉപ്പൊക്കെ ഇട്ടിട്ട്. ഉള്ളിയൊന്നും വേണ്ട അല്ലേ? ഇത് ഇടണ്ടേ മമ്മി? ഹിങ്ങ ലാസ്റ്റ് ഇടാൻ പറ്റില്ല, അതിൻ്റെ മണം പോവില്ലേ, കരിഞ്ഞ പോവില്ലേ, അപ്പം ഇടണം ലാസ്റ്റ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്ല കുരുമുളക് പൊടി, ജീരകം, മഞ്ഞൾപ്പൊടി, കായം, ഉപ്പിട്ട് വേവിച്ചാൽ ഉപ്പിടണ്ട അല്ലേ? ഉപ്പിട്ടു. അതിന് ഉരുളൻകിഴങ്ങിൽ ഉപ്പ് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിൽ പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാലോ. പച്ചമുളക് ആഡ് ചെയ്യാം. ഇന്നലെ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കിയപ്പോൾ ഇതന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. ഇങ്ങനെ തന്നെയല്ല, മഴക്കാലമല്ലേ, കുരുമുളക് കഴിച്ച് ചെല്ലണത് നല്ലതാണല്ലോ. ഇത്തിരി നാരങ്ങ നീര് ഒഴിക്കുക, കൊത്തമല്ലി കഴുകി വെച്ചിരുന്നു കേട്ടോ. ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചാൽ വേഗം ഉണ്ടാക്കാൻ പറ്റില്ല. അത് അധികം സമയമൊന്നും വേണ്ട.
അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്, എന്നാലും ഒരു വെറൈറ്റി ഐറ്റം അല്ലേ പൂരി കളർഫുള്ളായിട്ടുള്ളത് ഉണ്ടാക്കി കാണിച്ചത്. അങ്ങനെ കളർഫുൾ ബീട്രൂട്ട് പൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടാറ്റോ കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നലെ മമ്മി ഒരു അച്ചാർ ഉണ്ടാക്കി കാണിച്ചെന്നില്ലേ, ഡേറ്റ്സിൻ്റെ, അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക വീട്ടിൽ. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും പിന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിനൊക്കെ ഒരു അടിപൊളി സാധനമാണ്. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.